പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൽ തന്നെ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വിഷയത്തെക്കുറിച്ചാണ് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത്. ഈ പേരുകൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും, ഇത് കണക്കാണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് എന്നൊക്കെ, പ്രത്യേകിച്ച് ദന്തചികിത്സ പഠിക്കുന്നവർക്കും പ്രാക്ടീസ് ചെയ്യുന്നവർക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങളുടെ പഠനത്തിലും റിസർച്ചിലും എന്തിന് ഡെയിലി പ്രാക്ടീസിൽ രോഗികളെ കാണുമ്പോൾ പോലും എത്ര സിമ്പിളായിട്ട് ഉപയോഗിക്കാം, എത്ര പവർഫുള്ളാണ് ഈ ടൂൾ എന്ന് മനസ്സിലാക്കാനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള അറിവ് ഒന്നുകൂടി ഷാർപ്പാക്കാൻ ഇത് സഹായിക്കും. നമുക്ക് നോക്കാം. തീർച്ചയായും നമ്മുടെ ലക്ഷ്യം വളരെ ക്ലിയറാണ്. ഈ കണക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ കേട്ട് പേടിച്ചിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇതിൽ വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് പോലും ഇത്രയുള്ളൂ സംഭവമെന്ന് തോന്നുന്ന രീതിയിൽ പറയുക, നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്ന്, മെഡിക്കൽ ഫീൽഡിൽ നിന്ന്, പിന്നെ ഏറ്റവും മുഖ്യമായിട്ട് ഡെന്റൽ ഫീൽഡിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ വെച്ച് ഇതിൻ്റെ ഒരു കാതലെന്താണ്, ഇത് എവിടെയൊക്കെ ഉപയോഗിക്കാമെന്ന് സിമ്പിളായിട്ട് പറയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വലിയ ഫോർമുലയോ കാര്യങ്ങളോ ഒന്നുമില്ല, ഐഡിയയ്ക്കാണ് പ്രാധാന്യം. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ? എന്താണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ്? വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്? വളരെ സിമ്പിളായിട്ട് എങ്ങനെ പറയും? പറയാം. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഡേറ്റ, അതായത് വിവരങ്ങൾ, സംഖ്യാരൂപത്തിലുള്ള വിവരങ്ങൾ, ആ വിവരങ്ങളെ കളക്ട് ചെയ്യുക, അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യുക, പിന്നെ അതിനെ അനലൈസ് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് ചില ലോജിക്കലായിട്ടുള്ള തീരുമാനങ്ങളിലെത്തുക. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യുന്നത്. എന്തിനാത് ചെയ്യുന്നത്? ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ. നമ്മുടെ കയ്യിൽ കുറേ ഇൻഫർമേഷൻ ഇങ്ങനെ ചെതറിക്കിടന്നാൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടില്ല. അപ്പോൾ അതിനെ ഒന്ന് അടുക്കും ചിട്ടയിലുമാക്കി അതിൽ നിന്നൊരു പാറ്റേൺ കണ്ടെത്തി അത് വെച്ചൊരു തീരുമാനമെടുക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കും. അപ്പോൾ ഡേറ്റയെ മീനിങ്ഫുൾ ആക്കുന്ന ഒരു പ്രോസസ്സ് അല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആവുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാനൊരു ചെറിയ ചായക്കട നടത്തുന്നു എന്ന് വെക്കുക. ഓരോ ദിവസവും എത്ര ചായ വിറ്റു, എത്ര പേര് വന്നു എന്നൊക്കെ ഞാനൊരു ബുക്കിൽ എഴുതി വെക്കുന്നു. ചിലപ്പോൾ 20 പേര്, ചിലപ്പോൾ 50, മഴയുള്ള ദിവസം 10 പേര്, ഇങ്ങനെ. ഒരു മാസം കഴിഞ്ഞ് ഈ നമ്പറുകൾ വെറുതെ നോക്കിയിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഈ കണക്കുകൾ ഉപയോഗിച്ച് ആവറേജ് ഒരു ദിവസം എത്ര കച്ചവടം നടക്കുന്നുണ്ട്, ഏത് സമയത്താണ് കൂടുതൽ തിരക്ക്, അങ്ങനെയെങ്കിൽ തിരക്കുള്ള ദിവസം ഒരു ഹെൽപ്പറെ വെക്കണോ, ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഈ ഡേറ്റ ഹെൽപ്പ് ചെയ്യുമല്ലോ. ഇതാണോ സ്റ്റാറ്റിസ്റ്റിക്സ്? അതെ, കറക്റ്റ്. ആ ഉദാഹരണം വളരെ നല്ലതാണ്. അവിടെ നിങ്ങൾ എന്താ ചെയ്തേ? ഡേറ്റ കളക്ട് ചെയ്തു, ദിവസത്തെ കച്ചവടം, അതിനെ അനലൈസ് ചെയ്തു, ശരാശരി, തിരക്കുള്ള സമയമൊക്കെ നോക്കി, എന്നിട്ടൊരു ഡിസിഷൻ എടുത്തു, സഹായി വേണോ വേണ്ടയോ. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ബേസിക് ഐഡിയ. നമ്പേഴ്സ് ഉപയോഗിച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നു. ഓക്കെ, അത് ക്ലിയറായി. ഇനി ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, ആ പേരിൽ തന്നെയുണ്ട്, ബയോളജി പ്ലസ് സ്റ്റാറ്റിസ്റ്റിക്സ്. എന്താണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി? അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അതേ തത്വങ്ങളും രീതികളും ഒക്കെ തന്നെ. പക്ഷെ അത് നമ്മൾ ബയോളജി, മെഡിസിൻ, പബ്ലിക് ഹെൽത്ത് ഈ ഫീൽഡുകളിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിനെ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ജീവനുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഡാറ്റ, അതിനെപ്പറ്റി പഠിക്കാനും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുമ്പോൾ അത് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആയി. രോഗങ്ങളുടെ കാരണങ്ങൾ മനസ്സിലാക്കാൻ, പുതിയ മരുന്നുകൾ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് രീതികൾ എത്രത്തോളം എഫക്റ്റീവാണെന്ന് നോക്കാൻ, രോഗികളുടെ ഡാറ്റ അനലൈസ് ചെയ്ത് നല്ല ട്രീറ്റ്മെൻറ്റ് തീരുമാനങ്ങൾ എടുക്കാൻ, പബ്ലിക് ഹെൽത്ത് പോളിസികൾ ഉണ്ടാക്കാൻ, ഇതിനെല്ലാം ബയോസ്റ്റാറ്റിസ്റ്റിക്സ് വേണം. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു ജനറൽ ടൂൾ കിറ്റ് ആണെങ്കിൽ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആ ടൂൾസ് എടുത്ത് ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പാചകത്തിന്റെ ഉദാഹരണം വെച്ചാൽ പാചകൽ സ്റ്റാറ്റിസ്റ്റിക്സ്, എന്നാൽ പ്രമേഹ രോഗികൾക്ക് ഷുഗർ കുറഞ്ഞ ഹെൽത്തി ഫുഡ് ഉണ്ടാക്കുന്നത് ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. വളരെ നല്ല കമ്പാരിസൺ. ആ സ്പെസിഫിക് പർപ്പസ് ആണ് പോയിന്റ്. സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെയും ഉപയോഗിക്കാം. ബിസിനസ്സിലെ ലാഭം നോക്കാൻ, ക്രിക്കറ്റ് കളിക്കാരൻ്റെ ആവറേജ് നോക്കാൻ, വെതർ ഫോർകാസ്റ്റ്, എല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പക്ഷേ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ഫോക്കസ് ചെയ്യുന്നത് ഹെൽത്ത് ക്വസ്റ്റ്യൻസിലാണ്. ഈ മരുന്ന് വർക്ക് ചെയ്യുമോ, ഈ സർജറി സേഫ് ആണോ, സ്മോക്കിംഗ് ക്യാൻസർ ഉണ്ടാക്കുമോ, ഒരു പ്രത്യേക ഡയറ്റ് ഹാർട്ട് ഡിസീസ് കുറയ്ക്കുമോ, ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്താ പറയുക,
മനുഷ്യന്റെ ഹെൽത്തും വെൽബീയിങ്ങും ഇംപ്രൂവ് ചെയ്യുക എന്നതാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ടൂത്ത് പേസ്റ്റ് ഏതാണ് എന്നായിരിക്കും. പക്ഷെ ഒരു ബയോസ്റ്റാറ്റിസ്റ്റീഷ്യൻ ചോദിക്കുക, ആ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നത് മറ്റുള്ളവയേക്കാൾ പല്ലിലെ പോട് കുറയ്ക്കാൻ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നായിരിക്കും. ആ ഹെൽത്ത് ഔട്ട്കമ്മിലാണ് ഫോക്കസ്, അല്ലേ? അതെ, കറക്റ്റ്. ആ വ്യത്യാസം പ്രധാനമാണ്. ഹെൽത്ത് റെലവൻസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ റെലവൻസ് ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്താണ്? കുറച്ച് ടെക്നിക്കലായിട്ട് തോന്നുമെങ്കിലും ഇത് അറിയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. അതെ, ഇത് രണ്ടും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ രണ്ട് പ്രധാന തൂണുകളാണ്. സിമ്പിളായിട്ട് പറയാം, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് പേര് പറയുന്ന പോലെ തന്നെ ഇത് നമ്മുടെ കയ്യിലുള്ള ഡേറ്റയെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്, വിവരിക്കുക, അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്യുക. അതായത് നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയുടെ ഒരു ചുരുക്കം, അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ നമ്മൾ എന്താണ് കാണുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം തരുന്നു. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇവിടെ നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നു. കയ്യിലുള്ള ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ ഡേറ്റ, അതിനെ നമ്മൾ സാമ്പിൾ എന്ന് പറയും. ആ സാമ്പിൾ ഡേറ്റ വെച്ചിട്ട് ആ സാമ്പിൾ ഏതു വലിയ ഗ്രൂപ്പിൽ നിന്നാണോ വന്നത്, ആ വലിയ ഗ്രൂപ്പിനെ പോപ്പുലേഷൻ കുറിച്ച് നമ്മൾ ചില അനുമാനങ്ങൾ നടത്തുന്നു. ഇൻഫറൻസസ് അല്ലെങ്കിൽ ചില പ്രവചനങ്ങൾ നടത്തുന്നു. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? ഈ കണ്ട കാര്യം എല്ലാവർക്കും ബാധകമാവുമോ? ഭാവിയിൽ എന്ത് നടക്കാം എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നു. ഓക്കെ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു ക്ലാസ് ഫോട്ടോ പോലെയാണെന്ന് പറയാം. ആ ഫോട്ടോയിലെ എത്ര പേരുണ്ട്, ആരൊക്കെയാണ്, ഏകദേശം ഹൈറ്റൊക്കെ പറയാം. പക്ഷെ ആ ക്ലാസ്സിലെ കുട്ടികൾ പരീക്ഷയ്ക്ക് ജയിക്കുമോ, അല്ലെങ്കിൽ ആ സ്കൂളിലെ ബാക്കി ക്ലാസ്സിലെ കുട്ടികളും ഇങ്ങനെ തന്നെയാണോ എന്നൊന്നും ആ ഫോട്ടോ നോക്കി പറയാൻ പറ്റില്ല. എക്സാക്ട്ലി. വളരെ നല്ലൊരു അനാലജിയാണത്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യുന്നത് അതാണ്. നമ്മളെടുത്ത ഡാറ്റയെ ചുരുക്കുന്നു. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ചില അളവുകളാണ് ശരാശരി അല്ലെങ്കിൽ മീൻ. ഡാറ്റയെ ഓർഡറിൽ വെച്ചാൽ നടുക്ക് വരുന്ന വാല്യൂ മീഡിയൻ, ഏറ്റവും കൂടുതൽ തവണ വരുന്ന വാല്യൂ മോഡ്, ഡാറ്റയിലെ മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും തമ്മിലുള്ള വ്യത്യാസം റേഞ്ച്, ഡാറ്റ ആവറേജിൽ നിന്ന് എത്രത്തോളം സ്പ്രെഡായി കിടക്കുന്നു എന്നറിയാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതൊക്കെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പിന്നെ ഡാറ്റയെ വിഷ്വലൈസ് ചെയ്യാനുള്ള ചാർട്ടുകൾ, ബാർ ചാർട്ട്, പൈ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, ലൈൻ ഗ്രാഫ്, ഇതൊക്കെയും ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഇതിന് കുറച്ച് ഉദാഹരണങ്ങൾ പറയാമോ? ഡെന്റിസ്ട്രി ഫീൽഡിൽ നിന്ന് തന്നെ പറയാം. ഡെയിലി ലൈഫിൽ നിങ്ങൾ ഒരാഴ്ച എക്സസൈസ് ചെയ്ത സമയം നോക്കുന്നു. 30 മിനിറ്റ് 45 0 60. ഇതിന്റെ ആവറേജ് എടുക്കുന്നു. ഇത് ആ ആഴ്ചയിലെ നിങ്ങളുടെ ഒരു ശീലം പറയുന്നു. മെഡിക്കൽ ഫീൽഡിൽ ഒരു ക്ലിനിക്കിൽ ഒരു ദിവസം വന്ന 50 പേഷ്യൻസിന്റെ ഏജ് നോക്കി. ആവറേജ് ഏജ് 45 ആണ്. ഏറ്റവും കൂടുതൽ വന്നത് 50-60 ഏജ് ഗ്രൂപ്പാണ്. ഇത് ആ ദിവസത്തെ പേഷ്യൻസിന്റെ ഒരു പ്രൊഫൈൽ തരുന്നു. ഡെന്റിസ്ട്രിയിൽ നിങ്ങൾ നിങ്ങളുടെ ക്ലിനിക്കിൽ ലാസ്റ്റ് മന്ത് വന്ന 100 പേഷ്യൻസിന്റെ മോണയുടെ ഹെൽത്ത് നോക്കി. ജിഞ്ചേബിൾ ഇൻഡെക്സ്, അതിന്റെ ആവറേജ് 1.2 ആണെന്ന് കണ്ടു. ഇത് നിങ്ങളുടെ പേഷ്യൻസിന്റെ ഇപ്പോഴത്തെ ഒരു ഓറൽ ഹൈജീൻ സ്റ്റാറ്റസ് കാണിക്കുന്നു. കഴിഞ്ഞൊരു വർഷം നിങ്ങൾ ചെയ്ത ട്രീറ്റ്മെന്റ്സ് അതൊരു പൈ ചാർട്ടിൽ കാണിക്കുന്നു. 35% റൂട്ട് കനാൽ, 30% ഫില്ലിംഗ്. ഇത് നിങ്ങളുടെ ക്ലിനിക്കിലെ വർക്ക് ലോഡിന്റെ ഒരു സമ്മറിയാണ്. നിങ്ങളെ ക്ലിനിക്കിൽ പല്ലുവേദനയായിട്ട് എത്ര പേര് വരുന്നു, മോണരോഗത്തിന് എത്ര പേര് വരുന്നു, പല്ലുപുളിപ്പിന് എത്ര പേര്, ഇത് കമ്പയർ ചെയ്ത് പല്ലുവേദനയാണ് മോസ്റ്റ് കോമൺ റീസൺ എന്ന് കണ്ടെത്തുന്നു. ഇതെല്ലാം നമ്മൾ എടുത്ത ഡേറ്റയെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. അത്രയുള്ളൂ. ഓക്കെ, അത് ക്ലിയറായി. ഇനി ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഡിറ്റക്റ്റീവ് പണി പോലെയാണ്, അല്ലേ? കുറച്ച് ക്ലൂസ് വെച്ചിട്ട്, അതായത് സാമ്പിൾ ഡേറ്റ, ഒരു വലിയ കേസ് പോപ്പുലേഷൻ സോൾവ് ചെയ്യാൻ നോക്കുന്നു. അല്ലെങ്കിൽ ഒരു ഫുഡ് ഇൻസ്പെക്ടർ ഒരു ഹോട്ടലിലെ കുറച്ചു ഭക്ഷണ സാമ്പിൾ എടുത്ത് പരിശോധിച്ച് ആ ഹോട്ടലിലെ മൊത്തം ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയെപ്പറ്റി ഒരു നിഗമനത്തിലെത്തുന്നത് പോലെ. ആ ഡിറ്റക്റ്റീവ് അനാലോജി കൊള്ളാം. ശരിയാണ്. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് അതാണ് ചെയ്യുന്നത്. നമ്മളൊരു ചെറിയ ഗ്രൂപ്പിൽ സാമ്പിളിൽ ഒരു പഠനം നടത്തി, അതിന്റെ റിസൾട്ട് കിട്ടി. ഇനി ആ റിസൾട്ട് ആ സാമ്പിൾ എടുത്ത വലിയ ഗ്രൂപ്പിന് പോപ്പുലേഷനെ ജനറലൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നു. ഇപ്പോൾ ഒരു പുതിയ മരുന്ന് 500 പേരിൽ ടെസ്റ്റ് ചെയ്ത് എഫക്റ്റീവാണെന്ന് കണ്ടാൽ അത് ലോകത്തുള്ള ആ അസുഖമുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്കും എഫക്റ്റീവ് ആകുമോ എന്ന് നമ്മൾ അനുമാനിക്കാൻ ശ്രമിക്കുന്നു. ഈ അനുമാനം ശരിയാകാൻ എത്ര ചാൻസ് ഉണ്ട്? നമ്മൾ കണ്ട വ്യത്യാസം വെറുതെ ബൈ ചാൻസ് വന്നതാണോ, അതോ ശരിക്കുമുള്ള വ്യത്യാസമാണോ?
ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരാനാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇവിടെയാണ് നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ്, പി വാല്യൂ, കോൺഫിഡൻസ് ഇന്റർവൽ, ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ്, ടി ടെസ്റ്റ്, അനോവ പോലുള്ള ടെസ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിനും നമ്മുടെ ഡെന്റൽ ഫീൽഡിൽ നിന്ന് കുറച്ച് എക്സാമ്പിൾസ് തരാവോ? ഒരു പുതിയ ട്രീറ്റ്മെന്റ് നല്ലതാണോ എന്ന് എങ്ങനെയാണ് ഇത് വെച്ച് തീരുമാനിക്കുന്നത്? ചോദിച്ചത് നന്നായി. നോക്കാം. 1. പുതിയ സെൻസിറ്റിവിറ്റി ടൂത്ത് പേസ്റ്റ്. പല്ലിന് പുളിപ്പുള്ള ഡെന്റിൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റി. 100 പേഷ്യൻസിനെ സാമ്പിൾ എടുത്തു എന്ന് കരുതുക. 50 പേർക്ക് പുതിയ പേസ്റ്റ് കൊടുത്തു, 50 പേർക്ക് പഴയ പേസ്റ്റ് കൊടുത്തു. 1 മാസം കഴിഞ്ഞു നോക്കി. പുതിയ പേസ്റ്റ് ഉപയോഗിച്ച ഗ്രൂപ്പിന് പുളിപ്പ് നന്നായി കുറഞ്ഞു. ഇനി നമ്മൾ നോക്കും, ഈ കുറവ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണോ? പി വാല്യൂ വളരെ കുറവാണോ? ആണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസോടെ പറയാം, ഈ പുതിയ പേസ്റ്റ് പുളിപ്പുള്ള ഭൂരിഭാഗം ആളുകൾക്കും പോപ്പുലേഷന് ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് റെക്കമെൻഡ് ചെയ്യാം. 2. ഫ്ലൂറൈഡ് വാർണിഷ്. സ്കൂൾ കുട്ടികളിൽ ഒരു സ്റ്റഡി നടത്തി, സാമ്പിൾ. വർഷത്തിൽ 2 തവണ ഫ്ലൂറൈഡ് വാർണിഷ് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാത്തവരേക്കാൾ പുതിയ കാവിറ്റീസ് വരുന്നത് 40% കുറവാണെന്ന് കണ്ടു. ഈ 40% കുറവ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാം, ഈ ഫ്ലൂറൈഡ് വാർണിഷ് പ്രോഗ്രാം പബ്ലിക് ഹെൽത്ത് ലെവലിൽ പോപ്പുലേഷൻ ചെയ്താൽ കാവിറ്റീസ് കുറക്കാൻ പറ്റും. 3. പുതിയ ഇംപ്ലാന്റ്. ഒരു പുതിയ ടൈപ്പ് ഡെന്റൽ ഇംപ്ലാന്റ് 500 പേഷ്യന്റിൽ സാമ്പിൾ വെച്ചു. 5 വർഷം കഴിഞ്ഞ് നോക്കിയപ്പോൾ 97% സക്സസ് ആണ്. ഈ 97% സക്സസ് റേറ്റ് നിലവിലുള്ള ഇംപ്ലാന്റുകളേക്കാൾ സ്റ്റാറ്റിസ്റ്റിക്കലി ബെറ്റർ ആണെങ്കിൽ ഈ പുതിയ ഇംപ്ലാന്റ് കൂടുതൽ ഡോക്ടർമാർക്ക് ഉപയോഗിക്കാൻ റെക്കമെൻഡ് ചെയ്യാം. കാരണം അത് പോപ്പുലേഷനിൽ ബെറ്റർ റിസൾട്ട് തരും എന്ന് നമ്മൾ ഇൻഫർ ചെയ്യുന്നു. ഇവിടെയെല്ലാം ഒരു സാമ്പിളിലെ ഇൻഫർമേഷൻ വെച്ച് പോപ്പുലേഷനെക്കുറിച്ച് നമ്മളൊരു നിഗമനത്തിലെത്തുകയാണ്. വളരെ ക്ലിയറായി ഈ ഡിഫറൻസ് മനസ്സിലാക്കുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു ഡെന്റൽ സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ ഒരു PG സ്റ്റുഡൻറ്റിന് റിസർച്ച് ചെയ്യുന്ന ഒരാൾക്ക് ഈ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് നോളജ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അവരുടെ സ്റ്റഡീസിലും റിസർച്ചിലും ഇതെന്ത് ഡിഫറൻസ് ഉണ്ടാക്കും? സ്റ്റുഡൻസിനും റിസർച്ചേഴ്സിനും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മസ്റ്റാണ്. പല രീതിയിൽ ഇത് ഹെൽപ്പ് ചെയ്യും. 1. ജേണൽ ആർട്ടിക്കിൾസ് വായിച്ച് മനസ്സിലാക്കാൻ. ഡെന്റൽ ഫീൽഡിൽ എന്നും പുതിയ സ്റ്റഡീസ് വരുന്നുണ്ട്. പുതിയ മെറ്റീരിയൽസ്, പുതിയ ടെക്നിക്സ്, പുതിയ ഡിസീസസ്. ഈ സ്റ്റഡി റിപ്പോർട്ടുകളിൽ നിറയെ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും. മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പി വാല്യൂ, കോൺഫിഡൻസ് ഇന്റർവൽ, ഇങ്ങനെ പലതും. ഇതെന്താണ് പറയുന്നതെന്ന് മനസ്സിലായാലേ ആ സ്റ്റഡിയുടെ റിസൾട്ട് എത്രത്തോളം വിശ്വസിക്കാം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ആ ആർട്ടിക്കിളിൻ്റെ അവസാനം എഴുതിവെച്ച കൺക്ലൂഷൻ അങ്ങ് വിശ്വസിക്കേ വഴിയുള്ളൂ. അത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാം, ഈ സ്റ്റഡിയിൽ ആകെ 50 പേരല്ലേ ഉള്ളൂ സാമ്പിൾ സൈസ്, അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉറപ്പിച്ചു പറയാം? അല്ലെങ്കിൽ ഈ വ്യത്യാസം സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ്, ശരി. പക്ഷേ ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ഇത് ക്ലിനിക്കലി വലിയൊരു വ്യത്യാസമുണ്ടാക്കുന്നുണ്ടോ, ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആണോ എന്നൊക്കെ ചോദിക്കാം. ഇത് വെറുതെ പരസ്യം കണ്ടിട്ട് പുതിയ സാധനങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. UG പ്രോജക്റ്റ് ആയാലും PG തീസിസ് ആയാലും അല്ലെങ്കിൽ പിന്നീട് റിസർച്ച് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഡേറ്റ കളക്ട് ചെയ്യാനും അതിനെ അനലൈസ് ചെയ്യാനും റിസൾട്ട്സ് പ്രസന്റ് ചെയ്യാനും സ്റ്റാറ്റിസ്റ്റിക്സ് വേണം. ഒരു കോൺഫറൻസിൽ പേപ്പർ പ്രസന്റ് ചെയ്യാനോ ഒരു ജേർണലിൽ പബ്ലിഷ് ചെയ്യാനോ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഇല്ലാതെ പറ്റില്ല. ശരിയായ മെത്തേഡ് ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങളുടെ റിസർച്ചിന് വിലയുണ്ടാവില്ല. 3. അക്കാഡമിക് എഡ്ജ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ അക്കാഡമിക് പ്രൊഫൈലിന് ഒരു പ്ലസ് പോയിന്റാണ്. PG എൻട്രൻസിനും ഇന്റർവ്യൂവിനും പിന്നീട് ജോലി കിട്ടാനും പ്രൊമോഷനുമൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. 4. എവിഡൻസ് ബേസ്ഡ് ഡെന്റിസ്ട്രി, EBD. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബെസ്റ്റായിട്ടുള്ള സയന്റിഫിക് എവിഡൻസിന്റെ ബേസിൽ ട്രീറ്റ്മെന്റ് തീരുമാനങ്ങൾ എടുക്കുന്നതിനാണ് EBD എന്ന് പറയുന്നത്. ആ എവിഡൻസ് മനസ്സിലാക്കണമെങ്കിൽ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് അറിയണം. അതെ, അപ്പോൾ പഠനത്തിനും റിസർച്ചിനും ഇതിന്റെ പ്രാധാന്യം വ്യക്തമായി. ഇനി നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറുടെ കാര്യം നോക്കാം. ഒരു ഡെന്റൽ ക്ലിനിക്കില് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഈ അറിവ് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഇത് കൂടുതൽ പേഷ്യൻസിന് കിട്ടാൻ സഹായിക്കുമോ? അതാണല്ലോ പലർക്കും അറിയേണ്ടത്. സഹായിക്കും, തീർച്ചയായും സഹായിക്കും. പല രീതിയിൽ. 1. ബെറ്റർ ക്ലിനിക്കൽ ഡിസിഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ കോമ്പോസിറ്റ് മെറ്റീരിയൽ വന്നു. കമ്പനിക്കാർ പറയും ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണെന്ന്. സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട റിസർച്ച് പേപ്പേഴ്സ് നോക്കാം. അതിൻ്റെ സക്സസ് റേറ്റ് എത്രയാണ്, ശരാശരി എത്ര വർഷം നിൽക്കുന്നുണ്ട്, മീൻ സർവൈവൽ ടൈം, ഫെയിലിയർ റേറ്റ് എത്രയാണ്,
അതിന്റെ പി വാല്യൂ എന്താണ്? ഇതൊക്കെ നോക്കി നിങ്ങൾക്കൊരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാം, വെറുതെ കമ്പനി പറയുന്നത് കേൾക്കാതെ. ഇത് നിങ്ങളുടെ പേഷ്യന്റിന് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സഹായിക്കും. അതുപോലെ ഒരു പേഷ്യന്റ് വരുമ്പോൾ അവരുടെ പോക്കറ്റ് ഡെപ്ത്, അറ്റാച്ച്മെന്റ് ലോസ് ഒക്കെ മെഷർ ചെയ്യുന്നു. ഈ വാല്യൂസ് നോർമൽ റേഞ്ചിലാണോ അതോ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള ലെവലിലാണോ? ആ നോർമൽ വാല്യൂസ്, മീൻ പ്ലസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നാണ് വരുന്നത്. ഇത് വെച്ച് നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസോടെ ഡയഗ്നോസിസ് ചെയ്യാനും ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യാനും പറ്റും. നിങ്ങളുടെ ട്രീറ്റ്മെന്റിന്റെ ക്വാളിറ്റി കൂടും. ശരി, ട്രീറ്റ്മെന്റിന്റെ ക്വാളിറ്റി കൂടും. അത് പ്രധാനമാണ്. ഇനി പേഷ്യന്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവിടെ ഇതെങ്ങനെ ഹെൽപ്പ് ചെയ്യും? കൂടുതൽ പേഷ്യൻസിനെ കിട്ടാൻ സഹായിക്കുമോ എന്ന ചോദ്യം, ഒരുപക്ഷെ ഇവിടെയാണോ അതിന്റെ ഉത്തരം കിടക്കുന്നത്? അതെ, താങ്കൾ ആ പോയിന്റിൽ തന്നെ എത്തി. ഇതാണ് ഒരുപക്ഷെ ഏറ്റവും ഡയറക്റ്റായിട്ട് പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഏരിയ. പേഷ്യൻസിനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു സയന്റിഫിക് ബേസ് ഉണ്ടെന്ന് അവരെ കൺവിൻസ് ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാം. വെറുതെ ഈ ട്രീറ്റ്മെന്റ് നല്ലതാണ് എന്ന് പറയുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടാകും ചില സിമ്പിൾ നമ്പേഴ്സ് പറയുമ്പോൾ. ഉദാഹരണത്തിന്, പല്ലിൽ പോട് വരാതിരിക്കാൻ ഫ്ലൂറൈഡ് പുരട്ടണമെന്ന് പറയുന്നതിന് പകരം നോക്കൂ, ഒരുപാട് വലിയ സ്റ്റഡീസ് കാണിക്കുന്നത് റെഗുലറായിട്ട് ഫ്ലൂറൈഡ് വാർണിഷ് യൂസ് ചെയ്താൽ കുട്ടികളിൽ കാവിറ്റീസ് വരാനുള്ള ചാൻസ് 30–50% വരെ കുറയുമെന്നാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ കുട്ടിക്കും ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നത്. അതിനൊരു വെയിറ്റ് ഉണ്ട്. പാരന്റ്സ് കുറച്ചുകൂടി സീരിയസ് ആയിട്ടെടുക്കും. എക്സാക്ട്ലി. അവർക്ക് മനസ്സിലാകും ഇതിനു പിന്നിൽ ചില കണക്കുകളുണ്ടെന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലിനിക്കിലെ തന്നെ ഡാറ്റ ഉപയോഗിക്കാം. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. മോണവീക്കം ഉണ്ടായിരുന്ന, എന്നാൽ കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ബ്രഷ് ചെയ്യുകയും ഫ്ലോസ് ചെയ്യുകയും ചെയ്ത എൻ്റെ പേഷ്യൻസിൽ ഏകദേശം 70% പേർക്കും ബ്ലീഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് നിന്നു എന്നാണ് നമ്മുടെ ക്ലിനിക്കിലെ ഒരു കണക്ക്. ഇത് കേൾക്കുമ്പോൾ മറ്റുള്ള പേഷ്യൻസിനൊരു മോട്ടിവേഷനാകും. ഓക്കെ, ഞാനും ഇതുപോലെ ചെയ്താൽ റിസൾട്ട് ഉണ്ടാകും. റൂട്ട് കനാലിനെ പറ്റി പറയുമ്പോൾ ലോകത്ത് ആയിരക്കണക്കിന് ആളുകളിൽ നടത്തിയ വലിയ സ്റ്റഡീസ് പറയുന്നത് ശരിയായി ചെയ്യുന്ന റൂട്ട് കനാലിന് 95% മേലെ സക്സസ് റേറ്റ് ഉണ്ടെന്നാണ്. നമ്മളും ഇവിടെ ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ച് ആ ഒരു സ്റ്റാൻഡേർഡിലാണ് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ പേഷ്യന്റിന്റെ പേടിയും സംശയവും കുറയും. അവർക്ക് കോൺഫിഡൻസ് കൂടും. ശരിയാണ്, ആ കമ്മ്യൂണിക്കേഷൻ വളരെ പവർഫുൾ ആകും. അതെ, ഈ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടും. അവർ ട്രീറ്റ്മെന്റിന് റെഡിയാവും. അവർക്ക് നിങ്ങളിൽ വിശ്വാസം വരും. ഈ വിശ്വാസമാണ് ഏറ്റവും വലിയ മാർക്കറ്റിംഗ് ടൂൾ. ഹാപ്പിയായ പേഷ്യൻസ് വേറെ ആളുകളോട് പറയും. അങ്ങനെ നിങ്ങളുടെ ക്ലിനിക്കിനൊരു നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടാകും. അത് കൂടുതൽ പേഷ്യൻസിനെ കൊണ്ടുവരും. ഇതിനോട് ചേർത്ത് പറയാവുന്ന വേറൊരു കാര്യം, നിങ്ങളുടെ ക്ലിനിക്കിന്റെ ഒരു ക്രെഡിബിലിറ്റി കൂട്ടാൻ ഡേറ്റ ഉപയോഗിക്കാം. നിങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റിന്റെ ഔട്ട്കംസ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയാൽ കുറച്ചുനാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഡേറ്റ വെച്ച് പറയാൻ പറ്റും. ഉദാഹരണത്തിന്, ഞങ്ങളുടെ ക്ലിനിക്കിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ വെച്ച 200 സിർക്കോണിയ ക്രൗൺസിന്റെ ഡേറ്റ നോക്കിയപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ടും 98% ഒരു പ്രശ്നവുമില്ലാതെ ഇരിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ അതൊരു വെറും ക്ലെയിം അല്ല, നിങ്ങളുടെ ക്ലിനിക്കിലെ റിയൽ പെർഫോമൻസിന്റെ പ്രൂഫാണ്. ഇത് മറ്റുള്ളവർക്ക് അത്ര എളുപ്പത്തിൽ പറയാൻ പറ്റില്ല. ഇത് നിങ്ങൾക്ക് വലിയൊരു വിശ്വാസ്യത തരും. കുറഞ്ഞു വരുന്നത് ഒരു സിമ്പിൾ ഗ്രാഫിൽ കാണിച്ചാല് അവർക്ക് തന്നെ ഒരു സന്തോഷമാകും. ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അതൊരു ഇൻസ്പിറേഷൻ ആവും. അപ്പോ ക്ലിനിക്കൽ എക്സലൻസ്, പേഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ, ക്ലിനിക് ഗ്രോത്ത്, ഇതിനെല്ലാം ബയോസ്റ്റാറ്റിസ്റ്റിക്സ് അറിയുന്നത് ഹെൽപ്പ് ചെയ്യും. അത് വ്യക്തമായി. ഈ അടിസ്ഥാന കാര്യങ്ങൾ, ഡിസ്ക്രിപ്റ്റീവ്, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇത് രണ്ടും നന്നായി മനസ്സിലാക്കേണ്ടതിന്റെ ഒരു ഫൈനൽ തോട്ട് എന്താണ്? എന്തുകൊണ്ടാണ് ഈ ബേസിക്സ് ഇത്ര ഇമ്പോർട്ടന്റ് ആകുന്നത്? ഈ ബേസിക്സ്, അതായത് ഡാറ്റയെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം, അതിൽ നിന്ന് എങ്ങനെ ഇൻഫറൻസ് ഉണ്ടാക്കാം എന്നുള്ള ഐഡിയ, അതൊരു ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ പോലെയാണ്. ഈ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിലേക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സോ അഡ്വാൻസ്ഡ് റീസർച്ച് ഡിസൈൻസോ ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല, പ്രയോഗിക്കാനോ പറ്റില്ല. എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഈ ബേസിക്സ് നിർബന്ധമാണ്. പുതിയ സ്റ്റഡീസ് വരുമ്പോൾ അതിലെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കി ഇത് കൊള്ളാമോ ഇല്ലയോ എന്ന് സ്വയം തീരുമാനിക്കണമെങ്കിൽ ഈ അറിവ് വേണം. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും പറയുന്നത് വിശ്വസിക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഊഹങ്ങളിൽ നിന്നും പേഴ്സണൽ ഒപ്പീനിയനിൽ നിന്നും മാറ്റി സയന്റിഫിക് എവിഡൻസിലേക്ക് കൊണ്ടുവരാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ ബേസിക് നോളജ്.
ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിനും നിങ്ങളുടെ പേഷ്യൻസിന് ഏറ്റവും നല്ല കെയർ കൊടുക്കുന്നതിനും വളരെ വളരെ അത്യാവശ്യമാണ്. ഓക്കേ, അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു അന്വേഷണത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ അതിന്റെ രണ്ട് മുഖ്യ ശാഖകളായ ഡിസ്ക്രിപ്റ്റീവ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. സിംപ്ലായി പറഞ്ഞാൽ നമ്പേഴ്സിനെ അർത്ഥവത്താക്കി ഹെൽത്ത് ഫീൽഡിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഡെന്റൽ ഫീൽഡിൽ നല്ല ഡിസിഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കീയാണ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പോഴത്തെ ചിത്രം കാണിച്ചു തരുമ്പോൾ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആ ചിത്രം വെച്ച് വലിയൊരു സത്യം അല്ലെങ്കിൽ ഒരു ജനറൽ ട്രൂത്ത് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അതെ, ഈ ഒരു ഡിസ്കഷൻ കേട്ട നിങ്ങൾക്ക്, അതായത് ഓരോ ഡെന്റൽ സ്റ്റുഡന്റിനും പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർക്കും ഇൻഫർമേഷനെ എങ്ങനെ ക്രിട്ടിക്കലായിട്ട് നോക്കാം, പേഷ്യൻസിനോട് എങ്ങനെ കോൺഫിഡൻസോടെ സംസാരിക്കാം, എവിഡൻസ് വെച്ച് എങ്ങനെ ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുത്ത് ഒരു നല്ല പ്രാക്ടീസ് ബിൽഡ് ചെയ്യാമെന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഓർക്കുക, ഇത് വെറും അക്കങ്ങളുടെ കളിയല്ല. ഇത് അറിവ് വെച്ച്, ലോജിക് വെച്ച് പേഷ്യന്റിന്റെ നല്ലതിനു വേണ്ടി ബെസ്റ്റ് ഡെസിഷൻസ് എടുക്കുന്ന ഒരു രീതിയാണ്. ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ആലോചിക്കാൻ ഒരു കാര്യം തരാം. നിങ്ങളുടെ പഠനത്തിൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നിങ്ങൾ ഡെയിലി കാണുന്ന ഒരുപാട് ഡേറ്റയുണ്ട്. അതിൽ നിന്ന് നിങ്ങളുടെ പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലിനിക്കിന്റെ കാര്യക്ഷമത കൂട്ടാനോ പറ്റുന്ന ഏതെങ്കിലും ഒരു ചെറിയ ഡേറ്റാ പോയിന്റ് നിങ്ങൾക്ക് കണ്ടെത്താനും അനലൈസ് ചെയ്യാനും പറ്റുമോ? ഉദാഹരണത്തിന്, നിങ്ങളുടെ ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഏത് ഏജ് ഗ്രൂപ്പാണ്? അവർക്ക് സാധാരണയായി കാണുന്ന പ്രശ്നമെന്താണ്? അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത അപ്പോയിന്റ്മെന്റിൽ എത്ര ശതമാനം പേർ വരുന്നുണ്ട്? വരാത്തതിന്റെ കാരണം എന്തായിരിക്കാം? ഇങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള സിമ്പിൾ ഡേറ്റയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരുപക്ഷേ ചില ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ.